சொக்கர்முடி விவாத பூமியை முன்னாள் எதிர்க்கட்சித் தலைவர் ரமேஷ் சென்னித்தலை பார்வையிட்டார். கையேற்றத்தில் வருவாய்த்துறை அமைச்சருக்கு எதிராக கடுமையான விமர்சனத்தையும் ரமேஷ் சென்னித்தலை முன்வைத்துள்ளார். பைசன்வேலி வில்லேஜில் சொக்கர்முடி பகுதியில் பூமி மாபியா சட்டங்களை காற்றில் பறக்க செய்து சட்டவிரோதமான வேலைகள் செய்துள்ளது. இது மிகப்பெரிய அளவு பிரச்சனையாக மாறியதை தொடர்ந்து முன் எதிர்க்கட்சித் தலைவர் ரமேஷ் சென்னித்தலை சொக்கர்முடியை பார்வையிட்டார். சொக்கர்முடி கையேற்றத்திற்கு முதல் குற்றவாளி ரெவன்யூத்துறை அமைச்சரும் ஸ்பெஷல் ஆர்டர் ഇറക്കിയ கையேற்றத்திற்கு துணை போனது என்று ரமேஷ் சென்னித்தலை தெரிவித்துள்ளார். ഭൂമാഫിയയുടെ ഏറ്റവും വലിയ കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഇടുക്കിയുടെ കാശ്മീരാണിത്. ചക്രംകുടി എന്ന് പറയുന്ന ഈ സ്ഥലം അതിമനോഹരമായ ഒരു പ്രദേശമാണ്. ഇവിടെ ഇങ്ങനെ ഒരു കയ്യേറ്റം നടത്തിയിട്ട് അതിൻ്റെ മുഴുവൻ നേട്ടങ്ങളും ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാൻ ആരാണ് മുൻകൈ എടുക്കുന്നത്? ആരാണ് മുൻകൈ എടുത്തിട്ടുള്ളത്? അപ്പോൾ ഇത് വാസ്തവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അനുവാദത്തോടെ നടന്നൊരു വലിയ കൊള്ളയാണ്. ഇതിന് ഉത്തരം പറയേണ്ട റവന്യൂ മന്ത്രി തന്നെയാണ്. ഇവിടെ റെഡ് സോൺ ഏരിയയാണ്. ഇവിടെ എങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടക്കും? റെഡ് സോൺ ഏരിയ, പരിസ്ഥിതി ലോല പ്രദേശമായ ഈ റെഡ് സോൺ ഏരിയയിൽ ആരാണ് പട്ടയം കൊടുത്തത്? ഈ പട്ടയം ആര് കൊടുത്തു? ആരുടെ പട്ടയമാണിത്? ഇവിടെ 3 പട്ടികജാതി കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് തന്നെ ഡിസ്പ്യൂട്ടുണ്ട്. ആ പട്ടയം ഒരിക്കലും അങ്ങനെ പട്ടയം കൊടുത്തിട്ടില്ല. ആ ഫയല് തഹസിൽദാർ മടക്കിയതാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴത് തിരിച്ചെടുത്ത് പട്ടികജാതിക്കാരായ 3 കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു എന്ന് വരുത്തി തീർത്ത് ആ പട്ടയം അപേക്ഷിച്ച ആളിന് ഒരൊപ്പ്, പട്ടയം കിട്ടിയ ആളിന് വേറൊരൊപ്പ്, അതേ സംബന്ധിച്ച് തർക്കം നീക്കുകയാണ്. ആ പട്ടയമാണ് മൈജോയുടെ കാവൽക്കാരനായ ശിവന്റെ പേരിൽ എഴുതുന്നത്. ശിവൻ അതെന്ത് ചെയ്യുന്നു? അദ്ദേഹം ഇത് മറച്ചു വയ്ക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഇതിന് റീസർവേ വേണ്ടി വരുന്നത്. റീസർവേക്ക് വേണ്ടി റവന്യൂ മന്ത്രിയുടെ ഓഫീസ് അനുവദിച്ചു എന്നാണ് അറിയുന്നത്. റവന്യൂ മന്ത്രി എങ്ങനെയാണ് റീസർവേക്ക് ഉത്തരവ് കൊടുക്കുന്നത്? അപ്പോൾ ഈ ഇല്ലാത്ത പട്ടയത്തിന്റെ പേരിൽ റീസർവേ നടത്തി ഇവിടെ കാണിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ കയ്യിൽ വശപ്പെടുത്തുകയാണ്. ആരാണ് ഈ സിബി ജോസഫ്? സിബി ജോസഫിന് ഈ ഭൂമി മുഴുവൻ കയ്യേറാനുള്ള അധികാരം ആര് കൊടുത്തു? സർക്കാർ വക ഭൂമി, വനഭൂമിയിലുള്ള കടുത്ത കയ്യേറ്റമാണ്. ഈ കയ്യേറ്റത്തിന് ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ നിയമ നടപടി ഉണ്ടാകണം. ഈ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കണം. കൊടുത്ത പട്ടയം മുഴുവൻ റദ്ദാക്കണം. ഇവിടെയുള്ള അനധികൃതമായ ഈ കയ്യേറ്റങ്ങൾ ഒഴിവാക്കണം. വാസ്തവത്തിൽ ഈ കയ്യേറ്റത്തിന് മുഴുവൻ നേതൃത്വം കൊടുക്കുന്നത് CPI എന്ന് പറയുന്ന പാർട്ടിയും ഈ ഗവൺമെന്റുമാണ്. ഇതിനകത്ത് റവന്യൂ മന്ത്രി 1-ാം പ്രതിയാണ്. ഈ കാര്യത്തിൽ റവന്യൂ മന്ത്രി സ്പെഷ്യൽ ഓർഡർ മുഖേന ഇവിടെ റീസർവേക്ക് അനുവാദം കൊടുത്തപ്പോഴാണ് ഈ ഭൂമി സ്വന്തമാക്കാൻ ഇവർക്ക് കഴിഞ്ഞത്. ഇവർ കാണിച്ചു കൊടുത്ത ഭൂമി മുഴുവൻ പട്ടയത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവര് കൈവശപ്പെടുത്തുകയാണ്. മുഴുവൻ മരങ്ങളും വെട്ടി നശിപ്പിച്ചു, വെട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ പ്ലോട്ടായിട്ട് തിരിച്ച് 2-3 ലക്ഷം രൂപയ്ക്ക് സെന്റിന് വിൽക്കുകയാണ്. சொக்கர்முடி மலைநீர்கள் ஆரம்பிக்கக்கூடிய ஒற்றை மரம் முதல் கேப்சாலை வரை உள்ள எல்லா சட்டவிரோத கையேற்றங்களை நீக்கம் செய்ய வேண்டும் என்றும் அவர் தெரிவித்தார். കയ്യേറ്റം കയ്യോടെ പിടിച്ചപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഉന്നയിക്കേണ്ടി വന്നു. ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയി, ഞാൻ റവന്യൂ മന്ത്രി രാജനോട് ആവശ്യപ്പെടുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പട്ടയം ക്യാൻസൽ ചെയ്യണം. മുഴുവൻ പട്ടയങ്ങളും ക്യാൻസൽ ചെയ്യണം. ഒറ്റമരം മുതൽ ഗ്യാപ്പ് റോഡ് വരെയുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും റദ്ദാക്കണം. ഈ വനഭൂമി മുഴുവൻ ആളുകൾ കയ്യേറുകയാണ്. യാതൊരു മര്യാദയില്ലാതെ കയ്യേറുകയാണ്. ആരാണ് കയ്യേറുന്നത്? ഒറ്റമരം മുതൽ ഗ്യാപ്പ് റോഡ് വരെയുള്ള കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? അതിനകത്ത് CPM-ന്റെ CPI-യുടെയും കയ്യേറ്റമുണ്ട്. ഇത് ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു CPI നേതാവിന്റെ കൈവശമുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ സ്ഥലമല്ല. അതും അദ്ദേഹം കൈമാറ്റം ചെയ്ത് കാശ് വാങ്ങിച്ചു. അപ്പോൾ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഉന്നതങ്ങളിലിരിക്കുന്ന മന്ത്രി അടക്കമുള്ളവരുടെ പങ്ക് ഇതിൽ നിന്ന് വ്യക്തമാകണം. கையேற்றத்திற்கு தலைமை வாங்கக்கூடிய CPI-யும் அரசும் தான் நடவடிக்கை எடுக்கப்படவில்லை என்றால் கடுமையான போராட்டங்கள் நடத்தப்படும் என்றும் அவர் தெரிவித்துள்ளார். நியூஸ் பீரோ ராஜகுமாரி.